ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെ പവർ കട്ട് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ സെക്ഷന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കേസല്ല. ഇപ്പൊ ഞാൻ സബ്സ്റ്റേഷനിക്ക് തന്നെ വിളിച്ച അയാൾക്ക് പെട്ടെന്നുള്ള ഇൻഫർമേഷനാണ് വിളിക്കുന്നത്. അതായത് വിളിച്ച് ഓഫീസ് തുടങ്ങാൻ പറയും. അത് ഡെസ്പാച്ച് സെന്ററിൽ നിന്ന് എറണാകുളം അവിടെ നിന്നാണ് മെസ്സേജുകളെ എല്ലാ സബ്സ്റ്റേഷനിൽ പോകും. അവിടെ ലോഡ് ഇതുപോലെ ചെക്ക് ചെയ്ത് ഓവർലോഡ് കഴിഞ്ഞ് ഷോർട്ടേജ് വരുമ്പോൾ ഓരോരോ ഫീൽഡ്. സാറേ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഒരു വിഷയമില്ല. അറിയാം. ഈ ഒരു മാസം ആയിട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുമ്പോ അതൊരു ശരിയല്ലല്ലോ. അത് യുവാക്കളെ വെല്ലുവിളിക്കുന്ന പോലെ ഈ ഒരു സാഹചര്യം മാറിയോ? കേരളം മുഴുവൻ ഡിവൈഎഫ്ഐനെ ബാധിക്കുന്ന പ്രശ്നമല്ല, അതാണ് വിഷയം. ഡിവൈഎഫ്ഐനെ ബാധിക്കുന്ന വിഷയമല്ല, പൊതുജനങ്ങളെയും ഈ കായിക പ്രേമികളെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. കയറാടി കരിങ്കുളം KSEB ഓഫീസിനു മുന്നിൽ ഡിവൈഎഫ്ഐ കയറാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. രാത്രി 10 മണിയോടെ പവർ കട്ട് സമയത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓവർസിയറെ നേരിൽ കണ്ടു പ്രതിഷേധമറിയിച്ചു. കൊല്ലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി M. രാഹുൽ, മേഖലാ സെക്രട്ടറി സുരേഷ് തളിപ്പാടം, മേഖലാ പ്രസിഡന്റ് A. റഫീഖ്, പ്രശോഭ്, അമൽ മോഹൻ, ശരത് എന്നിവർ പങ്കെടുത്തു. ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടാവുന്നത്. ആ സ്ഥിതി ഇനിയും തുടർന്നാൽ ഇവിടെ ഡിവൈഎഫ്ഐക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ രൂപത്തിലേക്കായിരിക്കില്ല ഡിവൈഎഫ്ഐ സമരവുമായി KSEB ഓഫീസിലേക്കും ഇവിടെ സ്ഥാപനങ്ങളിലേക്കും വരിക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രൂപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവിടെ വിവിധ മേഖലകളിലുണ്ടായുള്ള വിഷയങ്ങളുണ്ട്. വിവിധ മേഖലകളിൽ ഇപ്പോ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് KSEB ഉൾപ്പെടെയുള്ള മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരെ ഒരു മാനദണ്ഡവുമില്ലാതെ സ്ഥലം മാറ്റുന്ന, അവരെ മാറ്റിവിടുന്ന, നന്നായി പണിയെടുക്കുന്ന ജീവനക്കാരെ അവരെ വേറെ ജില്ലകളിലേക്ക് മാറ്റിവിടുന്ന സ്ഥിതി ഉൾപ്പെടെ ഉണ്ടാവുകയാണ്. ഇവിടുത്തെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടെ മാറ്റി നിർത്തി പോകുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ മുഴുവൻ ആളുകൾക്കും 1000 രൂപ വെച്ചാണ് കൊടുത്തത്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. UTV ന്യൂസ്, പാലക്കാട്.